നമ്മൾ പുതിയൊരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളൊരു ലോണിന് അപ്ലൈ ചെയ്യുന്ന സമയത്തോ ഈ ആൾക്കാരൊക്കെ നോക്കുന്നൊരു സാധനമാണെന്ത് സിബിൽ സ്കോർ എന്ന് പറയുന്ന സാധനം അല്ലേ. അപ്പോൾ ഈ ഒരു സിബിൽ സ്കോർ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ പാസ്സാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. സിബിൽ സ്കോർ എന്ന് പറയുന്നത് ഒരു റാങ്കിങ് ആണ്. ആക്ച്വലി ഒരു 300 to 900 വരെയുള്ള നമ്മളെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും കാര്യങ്ങളും നമ്മൾ ഫൈനാൻഷ്യലി എത്ര നല്ലൊരാളാണെന്ന് നമ്മൾ റാങ്ക് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഒരു സിബിൽ സ്കോർ എന്ന് പറയുന്നത്. 300 to 900 വരെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ വളരെ കുറഞ്ഞ ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോണുകൾ കിട്ടാനൊക്കെ ചാൻസ് വളരെ കുറവാണ്. ഇൻ കേസ് കിട്ടുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു സിബിൽ സ്കോർ നിങ്ങൾക്ക് എങ്ങനെ ഫാസ്റ്റായിട്ട് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വേ ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ നിങ്ങളുടെ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് നിഷാൽ എന്നാണ്. മൈൻഡ്, മണി, മാനർ, വുമൻ ഈ 4 കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മുടെ ഒരു ചാനൽ സംസാരിക്കുന്നുണ്ടാവുക. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മണി റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ആണ്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ബിഗിൻ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സിബിൽ സ്കോർ ഒന്നും ഒരിക്കലും നമുക്ക് ഒരാഴ്ചനെ കൊണ്ട് 2 ആഴ്ച കൊണ്ട് ഒറ്റയടിക്ക് കൂട്ടാൻ പറ്റില്ല. ഇതിൽ മിനിമം ഒരു 90 ഡേയ്സെങ്കിലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് സിബിൽ സ്കോറിൽ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പേ യുവർ ബിൽ ഓൺ ടൈം. അതായത് നിങ്ങൾക്ക് വരുന്ന ബില്ല് ഉദ്ദേശിച്ചത് ഡ്യൂ എമൗണ്ടുകൾ കറക്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് നിങ്ങൾ എന്താക്കുക ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഡ്യൂ ഡേറ്റ് ഒരു 5-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4-ാം തീയതി അറ്റ്ലീസ്റ്റ് ആ ഡ്യൂ ഡേറ്റ് കഴിയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്താക്കുക എമൗണ്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങളെ ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, നിങ്ങളെ അല്ലാണ്ടുള്ള ബില്ലുകളായിക്കോട്ടെ, ആമസോൺ പേ ലേറ്ററോ അങ്ങനെ എന്തൊക്കെ ബില്ലുകളുണ്ടോ അത് മൊത്തം ഒരെണ്ണം പോലും വിടാണ്ട് കറക്റ്റ് ഡ്യൂ ഡേറ്റിന് മുന്നായിട്ട് നിങ്ങൾ എന്താക്കണം ക്ലിയർ ചെയ്യണം. അതായത് അധികം ആൾക്കാർക്ക് വരുന്ന മിസ്റ്റേക്ക് അവരുടെ ഫണ്ട് ക്ലിയറില്ല, അവർ മറന്നു പോകുന്നതിനെ കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം വരുന്ന സമയത്ത് മറന്നു പോകുമ്പോൾ ഒരു ഡേറ്റ് കഴിയുമ്പം ആ സിബിൽ സ്കോറിൻ്റെ ആ ഒരു അതോറിറ്റീൻ്റെ മുമ്പിൽ നമ്മളെന്താ പൈസ അടയ്ക്കാത്ത ആളുകളാണ്. അതായത് ലോൺ എടുത്തിട്ട് ആ പൈസ അടയ്ക്കാത്ത ആളുകളാണ്. അപ്പോൾ നമുക്കൊരു ബ്ലാക്ക് മാർക്ക് വെക്കുകയാണ്. അപ്പോൾ പൈസ ഉണ്ടായിട്ട് നമുക്കൊരു ബ്ലാക്ക് മാർക്ക് എന്താക്കാണ് വീണുമാണ്. അങ്ങനത്തെ സാഹചര്യങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ സംഭവമാണ് ഓട്ടോ ഡെബിറ്റ് എന്താക്കാം ഓണാക്കി വെക്കാം. ഈ ഓട്ടോ ഡെബിറ്റ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഡ്യൂ ഡേറ്റിന് അന്ന് നിങ്ങളുടെ ബാങ്കിൽ നിന്ന് അവരുണ്ടാക്കും പൈസ പിടിച്ചോളും. ഈ ഓട്ടോ ഡെബിറ്റ് ഓൺ ആക്കുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കും മിനിമം എമൗണ്ട് ആണോ ഫുൾ എമൗണ്ട് ആണോ ഡെബിറ്റ് ആക്കേണ്ടത് എന്നുള്ളത്. ശ്രദ്ധിച്ച് കേട്ടോ, ഒരു കാരണവശാലും മിനിമം എമൗണ്ട് അവിടെ സെലക്ട് ചെയ്യാൻ പാടില്ല. മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡുകാരുടെ ഒരു ട്രാപ്പാണ്. അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ഓട്ടോ ഡെബിറ്റ് ഓൺ ആക്കി വെക്കുന്ന സമയത്ത് ഫുൾ എമൗണ്ട് തന്നെ, അല്ലെങ്കിൽ ഓട്ടോ ഡെബിറ്റ് എന്നല്ല, നിങ്ങൾ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് ആ എമൗണ്ട്സ് മൊത്തം ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഫുൾ എമൗണ്ടിന് നിങ്ങൾ എന്താക്കുക ക്ലിയർ ചെയ്യാൻ വേണ്ടി ആ ഒരു മാസം എത്രയാണ് ഡ്യൂ ഉള്ളത് അത് ഫുള്ളി ക്ലിയർ ആക്കാൻ നിങ്ങൾ എന്താക്കുക എപ്പോഴും ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യമാണ് കീപ് യുവർ ക്രെഡിറ്റ് കാർഡ് സ്പെൻഡിങ് ബിലോ 30% ഓഫ് യുവർ ലിമിറ്റ്. നമ്മളെ ലിമിറ്റ് എത്രയാണോ അതിൻ്റെ 30% ബിലോ മാത്രം നമ്മൾ എന്താക്കുക യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ബാങ്ക് നമുക്കൊരു XY എന്ന് പറഞ്ഞൊരു ബാങ്ക് നമുക്കൊരു 1 lakhന് ക്രെഡിറ്റ് കാർഡാണ് പാസ്സാക്കിയത് നോക്കിക്കോ. ഒരു കാരണവശാലും 30% എബോവ് നമ്മൾ എന്താക്കാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അതായത് ഈ 30% എബോവ് നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫൈന് കിട്ടുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. 30% എബോവ് നിങ്ങൾ യൂസ് ചെയ്താൽ ബാങ്കിൻ്റെ കണ്ണിൽ എന്താണ് നിങ്ങൾ ഭയങ്കരമായിട്ട് പൈസ അനാവശ്യമായിട്ട് ചിലവാക്കുന്ന ആളൊരു പോലാണ് ഈ ഒരു അതോറിറ്റിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ബ്ലാക്ക് മാർക്ക് കാണും. അതിന് പകരം കറക്റ്റ് നിങ്ങൾക്ക് 30% ബിലോ ആയിട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഒരാളാണെന്നാണ് അവരുടെ കണ്ണിലുണ്ടാവുക. അപ്പോൾ അത് നിങ്ങളെ ക്രെഡിറ്റ് സ്കോറിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. നിങ്ങൾ 30% എബോ 100% യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇതെന്തായാലും നിങ്ങൾ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് ഒന്ന് പോകാണ്ട് നിൽക്കുക. കറക്റ്റ് എപ്പോഴും 30% ബിലോ നിങ്ങൾ എന്താക്കുക അത് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചോളാം. മൂന്നാമത്തെ കാര്യം ഡോണ്ട് അപ്ലൈ ഫോർ മെനി ലോൺസ് അറ്റ് എ ടൈം. അതായത് ചില ആൾക്കാരുണ്ട് നമുക്ക് ഓൺലൈനിൽ പൈസ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ലോൺ ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പുകളുണ്ടല്ലേ, ഇങ്ങനത്തെ ആപ്പുകൾ തുറന്ന് നമ്മൾ എന്താക്കും ഒരുപാട് ലോൺ അപ്ലൈ ചെയ്യും. ഒരു ആപ്പിൽ അപ്ലൈ ചെയ്യും കിട്ടില്ല, അടുത്ത ആപ്പിൽ അപ്ലൈ ചെയ്യും കിട്ടില്ല, അടുത്തിൽ കിട്ടില്ല. ഇങ്ങനെ നമ്മൾ അടുത്തിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇനി ഒരു കാറിന് അല്ലെങ്കിൽ ബൈക്കിന് ലോൺ നോക്കുകയാണെങ്കിൽ ഒരു ബാങ്കിൽ നോക്കും, അത് കിട്ടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പേ നമ്മൾ അടുത്ത ബാങ്കിൽ പോകും. ഇങ്ങനെ കുറേ ബാങ്കിലും കുറേ ഇതിൽ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സംഭവം നടക്കും. അതായത് ശരിക്കും 2 രീതിയിൽ നമുക്ക് സിബിൽ സ്കോർ ചെക്കിംഗ് ഉണ്ട്. ഒന്ന് സോഫ്റ്റ് ചെക്കിങ്ങും ഒന്ന് ഹാർഡ് ചെക്കിങ്ങും. സോഫ്റ്റ് ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് ഏതെങ്കിലും സിബിൽ സ്കോറിൻ്റെ തന്നെ സ്വന്തം അതോറിറ്റീൻ്റെ സോഫ്റ്റ്വെയർ വെബ്സൈറ്റ് ഉണ്ട്, അതിലോ അല്ലെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമ്മളെ പാൻ കാർഡ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സിബിൽ സ്കോർ ഏകദേശം ഒരു ആവറേജ് നമുക്ക് കൗണ്ട് കിട്ടും. ഇതിന് നമ്മൾ സോഫ്റ്റ് ചെക്കിംഗ് എന്ന് വിളിക്കും. ഹാർഡ് ചെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ ബാങ്കുകളിൽ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബാങ്ക് ഈ അതോറിറ്റിനോട് ചോദിച്ചാൽ നമ്മൾ സ്കോർ എടുക്കും. ഇങ്ങനെ എടുക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക ഹാർഡ് ചെക്കിംഗ് എന്ന് പറയുക. ഇങ്ങനെ ഹാർഡ് ചെക്കിംഗ് നടക്കുന്ന സമയത്ത് സിബിൽ സ്കോറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ വിചാരിക്കുന്നത് നമ്മൾ നോർമലി സെർച്ച് ചെയ്യുമ്പോൾ അത് ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ സോഫ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഒരിക്കലും ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കില്ല.
ഇൻ കേസ് അത് ഹാർഡ് ചെക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ബാങ്കിൽ അന്വേഷിക്കുമ്പോൾ ഈ ബാങ്കുകാരൊക്കെ സിബിൽ സ്കോർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഹാർഡ് ചെക്കാണ്. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഹാർഡ് ചെക്ക് വരുന്ന സമയത്ത് നമ്മൾ സിബിൽ സ്കോറിനെ നല്ല രീതിയിൽ എന്താക്കുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് പല ആൾക്കാർക്കും അറിയില്ല. നാലാമത്തെ കാര്യമാണ് ആസ്ക് യുവർ ബാങ്ക് ടു ഇൻക്രീസ് യുവർ ക്രെഡിറ്റ് ലിമിറ്റ്. അതായത് നമുക്കൊരു 1 lakh ആണ് നമ്മളെ ക്രെഡിറ്റ് ലിമിറ്റ് എന്നുണ്ടെങ്കിൽ നമ്മളെ ബാങ്കിനോട് നമ്മൾ ചോദിച്ചു നോക്കാം, നമുക്ക് കുറച്ചും കൂടി ലിമിറ്റ് കൂട്ടിത്തരുമോ എന്നുള്ളത്. ഈ കൂട്ടിത്തരുമോ ചോദിക്കുന്നത് അത്രയും പൈസ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല. അത് നമുക്ക് കൂട്ടിത്തരുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുകയാണ്, കുറച്ചും കൂടിയും ക്രെഡിബിലിറ്റി നമുക്ക് കിട്ടുകയാണ്, കുറച്ചും കൂടിയും ഒരു 30% ഉള്ള എമൗണ്ട് കുറച്ചും കൂടി കൂടുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഡിസിപ്ലിൻ ഒരാളാണ് ബാങ്കിൻ്റെ അല്ലെങ്കിൽ അതോറിറ്റീൻ്റെ മുന്നിൽ നമുക്ക് തോന്നുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് സിബിൽ സ്കോർ നമ്മൾ കൂടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അടുത്ത കാര്യമാണ് പേ ഓഫ് യുവർ എക്സിസ്റ്റിംഗ് ഡ്യൂ എമൗണ്ട്സ് കംപ്ലീറ്റ്ലി ആസ് സൂൺ ആസ് പോസിബിൾ. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരുപാട് ഡ്യൂ ഇങ്ങനെ കിടക്കുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ട് ആ ഡ്യൂ ഡേറ്റിലുള്ള മൊത്തം സാധനങ്ങൾ എന്തായാലും ക്ലിയർ ചെയ്തോളാം. കാരണം 2 കാര്യങ്ങൾ, ഒന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് പലിശൻ്റെ മുകളിൽ പലിശ കയറിക്കൊണ്ടിരിക്കുകയാണ്, 2 നിങ്ങൾക്ക് അവിടെ സിബിൽ സ്കോർ നല്ല രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെന്നെങ്കിലും ഒരു എമൗണ്ട് ഒപ്പിച്ചിട്ട് അത് മൊത്തം ക്ലിയർ ചെയ്യുന്നതാണ് എത്രയും നല്ലത്. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 45 അല്ലെങ്കിൽ ഒരു 90 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് എന്താക്കും സിബിൽ സ്കോറിനത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. എന്നിട്ട് ലാസ്റ്റത്താണ് പല ആൾക്കാർ ചെയ്തൊരു മിസ്റ്റേക്കാണിത്. അതായത് പഴയ ക്രെഡിറ്റ് കാർഡുകൾ എന്താക്കും ക്ലോസ് ചെയ്താണ്. അതായത് ഈ ബാങ്കിൻ്റെ ഒരു ട്രാപ്പാണ് ആക്ച്വലി ഇത്. നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് തന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ അവർ നമുക്ക് പാസ്സാക്കുന്ന സമയത്ത് ഒരുപാട് ഓഫേഴ്സ് അതിൽ നമുക്ക് തരും. ഇങ്ങനെ ഒരുപാട് ഓഫേഴ്സ് വരുമ്പോൾ നമ്മൾ ആ ക്രെഡിറ്റ് കാർഡ് എടുക്കും. എന്നാൽ നമ്മൾ കുറേ യൂസ് ചെയ്തതിന് ശേഷം അവർ ഓഫേഴ്സ് മൊത്തം കട്ട് ചെയ്തിട്ട് വേറൊരു ക്രെഡിറ്റ് കാർഡ് അവർ അനൗൺസ് ചെയ്യും, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന് കിഡിൽ ഓഫേഴ്സ് എടുക്കും. അപ്പോൾ എന്താക്കും, ഈ കാർഡ് ക്ലോസ് ചെയ്ത് നേരെ അതിലേക്ക് ചാടും. ഇവിടെ 2 കാര്യം ഉണ്ടാകുന്നത്. അതായത് കാർഡ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ സിബിൽ സ്കോറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പ്ലസ് നമ്മൾ ഇത്രയും കാലം ആ കാർഡിൽ ഉണ്ടാക്കി വെച്ച ഒരു പോയിൻറ്റ്സ് ഉണ്ട്. അതായത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പോയിൻറ്റ്സ് ഉണ്ട്. ആ പോയിൻറ്റ്സ് നമ്മൾ എന്താക്കുകയാണ്, ഇല്ലാണ്ടാക്കുക ചെയ്യുന്നത് പുതിയ കാർഡിലേക്ക് പോകുന്ന സമയത്ത്. അപ്പോൾ ഒരിക്കലും നിങ്ങളൊരു പുതിയ കാർഡിലേക്ക് പോകുന്ന സമയത്ത് പഴയ കാർഡ് എന്താക്കാൻ പാടില്ല, ക്ലോസ് ചെയ്യാൻ പാടില്ല. അതവിടെ വന്നോട്ടെ, അത് യൂസ് ചെയ്യേണ്ടെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് സ്കോറിന് നല്ല രീതിയിൽ അത് എഫക്റ്റീവ് കൂടുതൽ നമുക്ക് കിട്ടും. കാരണം നമ്മളെ യൂട്ടിലൈസേഷൻ അവിടെ കുറവാണ്. അപ്പോൾ ആ കാർഡ് അവിടെ നിന്നോട്ടെ, അത് ക്ലോസ് ചെയ്യേണ്ട. പുതിയ കാർഡിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ആ പഴയ കാർഡ് അവിടെ വെച്ചുകൊണ്ട് തന്നെ പുതിയ കാർഡ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 750 എബോവ് ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ നമ്മളെ ക്രെഡിറ്റ് സ്കോറിൻ്റെ അല്ലെങ്കിൽ ആ അതോറിറ്റീൻ്റെ മുന്നിൽ നമ്മൾ അത്യാവശ്യം നല്ലൊരു വ്യക്തിയാണെന്ന് തന്നെയാണ് അവർക്ക് കാണിക്കാൻ പറ്റുക. ഒരു 1 to 3 month കൊണ്ട് ക്രെഡിറ്റ് സ്കോർ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങളെ ഡ്യൂ ഡേറ്റിന് മുന്നായിട്ട് സാധനങ്ങളൊക്കെ പൈസ ക്ലിയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ക്രെഡിറ്റ് യൂസേജ് എന്താക്കുക ഒന്ന് കുറയ്ക്കാം. ഒരു 3 to 6 months ഈ അടവ് തെറ്റിക്കിടക്കുന്ന കുറേ എമൗണ്ടുകളില്ലേ, ഇതൊക്കെ വേഗം എന്താക്കുക ക്ലിയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു 3 to 6 months നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ഇൻക്രീസ് ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നിങ്ങളൊരു 6 to 12 months കണ്ടിന്യൂ ആണെന്നുണ്ടെങ്കിൽ 750 എബോവ് എന്തായാലും നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു മാസം അല്ലെങ്കിൽ 40 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കൊണ്ടൊന്നും സിബിൽ സ്കോർ ഒരിക്കലും നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 90 days കൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു ചേഞ്ച് കണ്ടുകൊടുക്കും. മിനിമം ഒരു മാക്സിമം ഒരു 6 months തന്നെ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ സിബിൽ സ്കോറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഒരു കാര്യം ചോദിച്ചിട്ട് നിർത്താണ്, നിങ്ങൾ ഏറ്റവും ലാസ്റ്റായിട്ട് സിബിൽ സ്കോർ ചെക്ക് ചെയ്ത ഡേറ്റ് അന്ന് എത്ര എണ്ണം നിങ്ങൾ ചെക്ക് ചെയ്തെന്നുള്ളത് ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാത്തവരെ ബൈ.